ദീപ്നിയ DB കേരള 1ാം റാങ്ക്. ജിപ്മർ പോണ്ടിച്ചേരിയിലാണ് ദീപ്നിയ പഠിക്കുന്നത്. കേരളത്തിന്റെ അഭിമാനം എന്ന് തന്നെ വിളിക്കാം ദീപ്നിയെ. കേരള 1ാം റാങ്ക്. ഓൾ ഇന്ത്യ ഫീമെയിൽ കാറ്റഗറി 18ാം റാങ്ക്. ഓൾ ഇന്ത്യ 109ാം റാങ്ക് കരസ്ഥമാക്കിയ കോഴിക്കോടിന്റെ സ്വന്തം ദീപ്നിയ പ്രാഥമിക വിദ്യാഭ്യാസം മുഴുവൻ നേടിയത് സർക്കാർ വിദ്യാലയങ്ങളിൽ നിന്നാണ്. സർക്കാർ സ്കൂളിലെ അധ്യാപകരായ ദിനേശ് MPയുടെയും ബിജി MPയുടെയും മകളായ ഈ മിടുക്കി ബ്രില്യന്റിന്റെ കോഴിക്കോട് സെന്ററിലെ റിപ്പീറ്റേഴ്സ് ബാച്ചിലൂടെയാണ് ഈ അത്ഭുത വിജയം നേടിയത്. ജിപ്മർ പോണ്ടിച്ചേരിയിലേക്ക് പറന്നുയർന്ന ദീപ്നിയയ്ക്ക് 25 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും നൽകിയാണ് ബ്രില്യൻ വിക്ടറി ഡേയിൽ ആദരിച്ചത്. ഹലോ, ഞാൻ ദീപ്നിയ. എൻ്റെ വീട് കോഴിക്കോടാണ്. കഴിഞ്ഞ നീറ്റ് 2025 എൻ്റെ സ്കോർ 43 ആയിരുന്നു. ഓൾ ഇന്ത്യ റാങ്ക് 109 ആയിരുന്നു. ഞാനിപ്പോൾ ജിപ്മർ പോണ്ടിച്ചേരിയിലെ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഞങ്ങൾക്ക് ഇവിടെ ക്ലാസ് തുടങ്ങിയിട്ട് 3 മാസത്തോളമായിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ച കോളേജിൽ തന്നെ പഠിക്കാൻ കഴിഞ്ഞതിൽ എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ജിപ്മർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിക്കൽ കോളേജസിൽ ഒന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആയാലും ക്ലിനിക്കൽ എക്സ്പോഷർ ആയാലും ഒക്കെ വളരെ മികച്ചതാണ്. നമുക്കിവിടെ പഠനത്തോടൊപ്പം മറ്റ് പാഠ്യേതരമായ ഒരുപാട് കാര്യങ്ങൾക്കുള്ള അവസരങ്ങളുണ്ട്. ഞാൻ ആഗ്രഹിച്ച കോളേജിൽ തന്നെ എനിക്ക് അഡ്മിഷൻ നേടാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് കടപ്പാടുള്ളത് ബ്രില്യന്റിനോട് തന്നെയാണ്. ഞാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ കോഴിക്കോട് ആണ് പഠിച്ചത്. അവിടുത്തെ G3 ബാച്ചിലായിരുന്നു. എന്റെ ഒരു പഠന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാല്, ഞാൻ പരമാവധി അന്നന്ന് എടുക്കുന്ന ടോപ്പിക്സ് അന്നന്ന് തന്നെ പരമാവധി പഠിച്ചു പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അത് എക്സാമിനോട് അടുപ്പിച്ച് നമുക്കൊരു വലിയ ഭാരമായിട്ട് തോന്നില്ല. അന്നന്ന് തന്നെ നമ്മൾ ഓരോ ടോപ്പിക്സും പഠിച്ചു പോകുമ്പോൾ പിന്നീട് എക്സാമിനോട് അടുപ്പിച്ച് പരമാവധി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മതിയാവും. നിങ്ങളോടും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിന്ന് തോന്നിയാൽ അതിലുള്ള എങ്ങനെയൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാം അതൊക്കെ പരമാവധി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരിക. നമ്മുടെ ബ്രില്യന്റിലെ ക്ലാസ്സസും ലൈബ്രറി മെറ്റീരിയൽസും ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. എല്ലാ കൺസെപ്റ്റും വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ സംശയം മാറുന്നത് വരെ അവർ നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും ഫാക്കൽറ്റീസ്. അതേപോലെ തന്നെ ഹോസ്റ്റലിലായാലും ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും ഒക്കെയുള്ള ലൈബ്രറി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് എണ്ണമറ്റ പുസ്തകങ്ങളും അതേപോലത്തെ റെഫറൻസ് മെറ്റീരിയൽസും ഒക്കെ അവിടെയുണ്ട്. അതൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ബ്രില്യന്റിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് കിട്ടുന്നുണ്ടല്ലോ. സ്റ്റഡി മെറ്റീരിയൽസ് ആയാലും വർക്ക് ബുക്ക് ആയാലും ലെക്ചർ നോട്ട്സ് ആയാലും അതൊക്കെ നിങ്ങൾ പരമാവധി ഉപയോഗിക്കുക. വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ബ്രില്യന്റിൽ എക്സാംസ് ആണ്. വീക്ക്ലി എക്സാംസ്, A+ എക്സാംസ്, അതുപോലെ തന്നെ അവസാനത്തെ 2-3 മാസത്തെ മോഡൽ എക്സാംസ്, ഇതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ചാപ്റ്റർ എന്ന ഒരു ടോപ്പിക് പഠിച്ചാൽ ഇതിൽ നിന്ന് ഏതൊക്കെ തരത്തിൽ നമുക്ക് ചോദ്യങ്ങൾ വരാം അതൊക്കെ മനസ്സിലാക്കുന്നതിന് ഇങ്ങനത്തെ എക്സാംസ് എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. അവിടുന്ന് എന്തൊക്കെ മിസ്റ്റേക്സ് എനിക്ക് പറ്റുന്നുണ്ട് അതൊക്കെ നോക്കി മിസ്റ്റേക്സ് തിരുത്തി പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മാർക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയത്. നീറ്റ് 2026 തയ്യാറെടുക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ടെൻഷൻ ഒഴിവാക്കി പഠിക്കുക. എന്തൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം അതിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഒരുപാട് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ പഠിക്കാൻ നോക്കുന്നതിന് പകരം ഉള്ള കൺസെപ്റ്റ് വളരെ ക്ലിയർ ആക്കി വെക്കുക. അതിൽ കുറേ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നന്നായിട്ട് ഉറങ്ങുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, ഹെൽത്ത് നന്നായിട്ട് നോക്കുക. നല്ല ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പഠിക്കാനും പറ്റും. റിലേറ്റീവിലെ എല്ലാ ഫെസിലിറ്റീസും നന്നായിട്ട് തന്നെ ഉപയോഗപ്പെടുത്തുക. എല്ലാവർക്കും മികച്ചൊരു വിജയം അടുത്ത വർഷത്തേക്ക് ആശംസിക്കുന്നു. നിങ്ങളിൽ പലരെയും ഇവിടെ കാണാൻ കഴിയട്ടെ. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.